പ്രൊജക്ട് സീറോ ഒരു വലിയ ഇനീഷ്യേറ്റീവ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് നാളുകളായി നമ്മളെല്ലാം പ്രതീക്ഷിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഞാനെല്ലാം ആഗ്രഹിച്ചിട്ടുള്ള ഒരു വലിയൊരു മൂവ്മെൻറ്റിൻ്റെ തുടക്കമാണ് പ്രൊജക്ട് സീറോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസ്, ഒരു നാട്, അഴിമതിയില്ലാതെ മുന്നോട്ട് ധൈര്യത്തോടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശവും ഒരു ഉറപ്പും ഒരു വിശ്വാസമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സിനിമ ചെയ്തിരുന്നു. ആക്ഷൻ ഹീറോ ബിജു എന്നായിരുന്നു എൻ്റെ പേര്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ വലിയ ഇടിക്കാരനുള്ള പോലീസുകാരനൊന്നല്ലെങ്കിലും ജനങ്ങൾക്കും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന, അവരുടെ പ്രശ്നങ്ങളെ ക്ഷമയോടുകൂടി കേൾക്കുന്ന, നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സമൂഹം നിലനിൽക്കുന്നത് നിയമത്തിലുള്ള വിശ്വാസത്തിലാണ്. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഗവൺമെൻറ്റിലും നമ്മുടെ നിയമത്തിലുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും നിലനിൽക്കുന്നത്. അപ്പോൾ എന്നാണോ ആ നിയമത്തിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നത്, ആ സമൂഹവും പതുക്കെ തകരാൻ തുടങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പണം കൊണ്ട് കൊടുക്കുന്ന ഒരു കൈക്കൂലി മാത്രമല്ല അഴിമതി എന്നുള്ളത്. ഒരു വ്യക്തിയുടെ അവസരം ഇല്ലാതാക്കുന്നത്, ഒരു വിദ്യാർത്ഥിയുടെ അവസരം ഇല്ലാതാവുന്നത്, എത്ര പഠിച്ചാലും കുറുക്ക് വഴിയിലൂടെ മുന്നോട്ട് പോകുന്നവർക്കാണ് വിജയമെന്ന് ഉണ്ടാക്കുന്നൊരു തോന്നൽ. ഇല്ലെങ്കിൽ നമുക്ക് എത്ര മെറിറ്റ് ഉണ്ടെങ്കിലും പണവും അധികാരവും കൊണ്ട് ഇതെല്ലാം മറികടക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം, ഇതെല്ലാം കറപ്ഷൻ്റെ അല്ലെങ്കിൽ ഒരു അഴിമതിയുടെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം നേരായ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുണ്ടാക്കുന്ന ഒരു തോന്നലാണ്. നമ്മൾ എത്ര നന്നായി പ്രവർത്തിച്ചാലും ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അപ്പുറത്ത് പണവും അധികാരം കൊണ്ട് മാത്രമേ വിജയിക്കാൻ പറ്റൂ എന്നുള്ള ഒരു ധാരണ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അത് മാറാൻ ഈ മൂവ്മെൻറ്റ് സഹായിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള മാറ്റങ്ങൾ തുടങ്ങേണ്ടത് ഒരു വലിയ ഓഫീസുകളിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ കോളേജുകളിലും നമ്മുടെ സ്കൂളുകളിലും അത് തുടങ്ങണം. അതിനുള്ള ഓറിയൻറ്റേഷൻ കുട്ടികൾക്കും യുവാക്കൾക്കും നൽകാൻ മാനേജ്മെൻറ്റിനും ടീച്ചേഴ്സിനും സാധിക്കണം. നമ്മൾ കോപ്പി അടിക്കാതിരിക്കുക, കള്ളം പറയാതിരിക്കുക, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ നല്ല സുഹൃത്തുക്കളുടെ വിജയവും കഴിവുകളെയും അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുക. അല്ലെങ്കിൽ നമ്മൾ മോശമായ വഴിയിലൂടെ നടത്തുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ വടക്കൻ സെൽഫി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തപ്പോൾ ഉമേഷ് എന്നൊരു ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോൾ അതിൽ റീൽസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരുന്ന കാണാം. അപ്പോൾ അതിനകത്ത് ഞാൻ അജു വർഗീസിൻ്റെ അടുത്ത് പറയുന്ന ഡയലോഗുണ്ട്. എന്താണ്, അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ച് പലതവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കൂട്ടുകാരുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത് ഞാൻ അജുവിനെതിരെ പറയണമെന്നല്ല കേട്ടോ, ഞാൻ ഈ ഒരു കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ വീട്ടിൽ പലപ്പോഴും ഫോണിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അല്ലാതെയുള്ള സംസാരം വരുമ്പോൾ, സിനിമകൾ ഇറങ്ങുമ്പോൾ, പ്രൊമോഷൻസ് വരുമ്പോൾ എല്ലാം മകൻ എന്നോട് ചോദ്യം ചെയ്യാറുണ്ട് പല കാര്യങ്ങൾ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചില്ല എന്നുള്ള ചോദ്യം ചെയ്യാറുണ്ട്. അപ്പം എനിക്കിത് ആദ്യമേ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയെങ്കിലും പുതിയ തലമുറയിൽ ഞാൻ കാണുന്നൊരു കാര്യമാണ്. അവർ ചോദ്യം ചെയ്യും, അവർ തെളിവുകൾ ആവശ്യപ്പെടും, അവർ അക്കൗണ്ടബിലിറ്റി എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ചോദ്യം ചെയ്യുന്നിടത്ത് നമുക്കൊരു കിട്ടുന്നതൊരു ധൈര്യമാണ്. നിയമം കൃത്യമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അധികാരികളെ നിർബന്ധിതരാക്കുന്നൊരു കാര്യമുണ്ട്. കള്ളത്തരങ്ങൾ ഇല്ലാതാവുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ തലമുറ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിനനുസരിച്ച് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നിയമവും അധികാരവും മുന്നോട്ട് പോകുന്നത് വളരെ വലിയൊരു തുടക്കമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മനസ്സിൽ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് ആൻറ്റി കറപ്ഷൻ എന്നുള്ളത്. അത് സിനിമയിലും സമൂഹത്തിലും നമ്മുടെ ചുറ്റുപാടിലും പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിനെല്ലാം ഒരു മാറ്റമുണ്ടാവട്ടെ. ഇതിന് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ളൊരു ഗവൺമെൻറ്റും പോലീസും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് സത്യസന്ധമായി
ധൈര്യത്തോടു കൂടി നിങ്ങൾ കാണുന്ന ഓരോ അഴിമതികളും നിങ്ങൾക്ക് തുറന്നു കാണിക്കാൻ പറ്റണം, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം. അതിന് നിങ്ങൾ മുന്നിലേക്ക് നിൽക്കണം. അതിനുള്ള എല്ലാ ഉറപ്പും ഈ ഗവൺമെൻറ്റും പോലീസും ഇതിൻ്റെ കൂടെയുള്ള എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാനും ചെയ്യുന്നതാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ആദ്യത്തെ സിനിമ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്, വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത. അപ്പോൾ ആ സിനിമയിൽ എനിക്ക് അവസരം കിട്ടാനുള്ള കാരണം ഞാൻ അവതരിപ്പിച്ചൊരു സ്കിറ്റാണ്. ഞങ്ങളൊരു 3-4 പേര് അവതരിപ്പിച്ചൊരു സ്കിറ്റാണ്. ആ സ്കിറ്റിൻ്റെ ആദ്യത്തെ ലൈൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആ ലൈൻ ഇങ്ങനെയാണ്: പ്രതികരണ ശേഷിയുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ കെട്ടുറപ്പുള്ള ഒരു ഭരണകൂടത്തെ പടുത്തുയർത്താൻ സാധിക്കൂ. സോ താങ്ക് യു സോ മച്ച്.